നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിവിധ കോളേജുകളിലും പ്രത്യേകമായ ചടങ്ങുകൾ. കോട്ടയം ജില്ല 75ാം പിറന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ. വർണ്ണാഭമായ ചടങ്ങുകളോടെ പിറന്നാൾ ആഘോഷത്തിന് കളക്ടറേറ്റിൽ പ്രൗഢഗംഭീരമായ തുടക്കം. ആലപ്പുഴ എറണാകുളം ദുരിതയാത്ര ആശ്വാസവുമായി KSRTC. ആലപ്പുഴ വൈക്കം തൃപ്പൂണിത്തറ വൈറ്റില സർവീസ് ആരംഭിച്ചു. അരൂക്കുറ്റി വഴിയും കൂടുതൽ സർവീസ് ആരംഭിക്കും. ജീർണാവസ്ഥയിലായ വീട്ടിൽ 80 വയസ്സുള്ള പപ്പുണ്ണിയും 75 വയസ്സുള്ള ലീലയും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം. വീടിന് ചുറ്റും വലിയ വെള്ളക്കെട്ട. വൃദ്ധ ദമ്പതികളുടെ ദുരിത ജീവിതം ആരെയും വേദനിപ്പിക്കും. വാർത്തകൾ വിശദമായി. വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും. 4 വർഷ ബിരുദ കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിവിധ കോളേജുകളിലും പ്രത്യേക ചടങ്ങുകൾ. ബിരുദ പഠനത്തിൽ സമ്പൂർണ്ണ പരിഷ്കരണവുമായി കേരളം. വിദേശ രാജ്യങ്ങളിലെ പോലെ 4 വർഷം കൊണ്ട് നേടാം ഓണേഴ്സ് ബിരുദം. 4 വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം 1 വർഷം മാത്രം. PhDക്കായി നേരിട്ട് പ്രവേശനം. 3 വർഷ ബിരുദ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതും തിരഞ്ഞെടുക്കാം. ലോകോത്തര സർവകലാശാലകളിലെ പോലെ അഭിരുചിയും കരിയർ താൽപര്യവും അനുസരിച്ച് ഏവർക്കും പഠനം രൂപകൽപ്പന ചെയ്യാം. വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 4 വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ വൈജ്ഞാനിക മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാവുക. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നടന്ന വിജ്ഞാനോത്സവ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച വിവിധ കോളേജുകളിലും ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ചേർത്തല നൈപുണ്യ കോളേജിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, കൗൺസിലർ ഷീജ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ചാക്കോ കിലുക്കൻ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ പുഷ്പ ജോൺ നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന പ്രവേശനോത്സവം എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് മാർ തോമസ് ചക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വലിയൊരു സ്ഥാപനമായിട്ട് 12 വർഷം കൊണ്ട് വളർന്നു. ഈശ്വരൻ്റെ വലിയൊരു അനുഗ്രഹം ഇതിന് പിന്നിലുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ ഈ പ്രദേശത്തുള്ള നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്ത് നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന പ്രഥമമായ ലക്ഷ്യം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ചാക്കോ കിലുക്കൻ, പ്രിൻസിപ്പൽ ഡോക്ടർ BGP തോമസ്, വൈസ് പ്രിൻസിപ്പൽ പുഷ്പ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. കോട്ടയം ജില്ല 75ാം പിറന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ. വർണ്ണവൈവിധ്യമാർന്ന പരിപാടികളോടെ കോട്ടയം കളക്ടറേറ്റിൽ പിറന്നാൾ ആഘോഷത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. കേക്ക് മുറിച്ചും മരം നട്ടും കോട്ടയത്തിന്റെ 75ാം പിറന്നാൾ ആഘോഷത്തിന് കളക്ടറേറ്റിൽ തുടക്കം. കോട്ടയം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷം കളറാക്കി കളക്ടറേറ്റ് ജീവനക്കാർ. ജില്ലയുടെ ഭൂപടവും ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളും പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയ കേക്ക് കളക്ടറേറ്റിന്റെ കവാടത്തിൽ നടന്ന ചടങ്ങിൽ മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. കോട്ടയം at 75 എന്നെഴുതിയ ജില്ലയുടെ ഭൂപടം പതിച്ച മാപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി മിനി S. ദാസും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കും സബ് കളക്ടർ D. രഞ്ജിത്തും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദും ചേർന്ന് മുറിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂപടം ആലേഖനം ചെയ്ത കേക്ക് മുറിച്ചു. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ചേർന്ന ജില്ലാ പഞ്ചായത്ത് വളപ്പിൽ പ്ലാവ് നട്ടു. 1949 ജൂലൈ 1 കോട്ടയം ജില്ല രൂപീകൃതമായത്. 75 വർഷം തികയുന്ന ജൂലൈ 1 മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഞായറാഴ്ച വൈകിട്ട് മുതൽ കളക്ടറേറ്റിന്റെ പൂമുഖം ദീപാലങ്കൃതമായിരുന്നു. വർണ്ണ ബലൂണുകൾ കൊണ്ട് കളക്ടറേറ്റ് കവാടം അലങ്കരിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A. അരുൺകുമാർ, പ്ലാനിംഗ് ഓഫീസർ PA. അമാനത്ത് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാതല ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, ഫെഡറൽ ബാങ്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് കോട്ടയം. ആലപ്പുഴ എറണാകുളം ദുരിതയാത്ര ആശ്വാസവുമായി KSRTC. ആലപ്പുഴ തണ്ണീർമുക്കം വൈക്കം
തൃപ്പൂണിത്തറ വഴി വൈറ്റിലയിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചു. അരൂക്കുറ്റി വഴിയും സർവീസുകൾ ഉടൻ തുടങ്ങും. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ദുരിതയാത്രയ്ക്ക് ആശ്വാസമായി KSRTCയുടെ പുതിയ സർവീസുകൾ. ആലപ്പുഴയിൽ നിന്നും വൈക്കം വഴി വൈറ്റിലയിലേക്ക് പുതിയ സർവീസുകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഇതിനു പുറമെ ചേർത്തല, പൂച്ചാക്കൽ, അരൂക്കുറ്റി വഴി പുതിയ സർവീസ് നടത്താനും ആലോചനയുണ്ട്. തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ട ഓഫീസുകളിലെത്താനും തിരികെ വീടുകളിലെത്താനും സ്ഥിരയാത്രികർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് KSRTC വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ ആലപ്പുഴയിൽ നിന്ന് തുറവൂർ വഴി വൈറ്റിലേക്ക് സർവീസ് നടത്തിയ ബസ്സുകളാണ് നേരത്തെയാക്കി വൈക്കം വഴി സർവീസ് നടത്തുന്നത്. 2.25 മണിക്കൂറിൽ വൈറ്റിലയിലെത്താൻ സാധിക്കും. ഈ റൂട്ട് ദൂരെ കൂടുതലാണെങ്കിലും ഗതാഗതക്കുരുക്കിൽ കിടന്ന് നഷ്ടമാകുന്ന സമയം കൂട്ടുമ്പോൾ മെച്ചമാകുമെന്നാണ് വിലയിരുത്തൽ. ചേർത്തല മുതൽ ജില്ലയുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ ഈ റൂട്ടിൽ രാവിലെ 7:10 മുഹമ്മ, മണ്ണഞ്ചേരി, വൈക്കം റൂട്ടിൽ ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതിനു പുറമെയാണ് 2 ബസ്സുകൾ കൂടി ക്രമീകരിച്ചത്. വൈകിട്ട് ഇവ ഇതേ റൂട്ടിൽ തിരികെയും സർവീസ് നടത്തും. അരൂർ മുതൽ തുറവൂർ വരെ തിരക്കുള്ള സമയങ്ങളിൽ 2 മണിക്കൂറിലധികമാണ് വേണ്ടത്. പുതിയ സർവീസ് കാരണം ഗതാഗതക്കുരുക്കിൽ പെടാതെ സ്ഥലത്തെത്താൻ സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. രാവിലെ 6:10 ആലപ്പുഴയിൽ നിന്നും ആദ്യ സർവീസ്. ചേർത്തലയിൽ നിന്നും പൂച്ചാക്കൽ വഴിയും തീരദേശ റോഡിലൂടെയും സർവീസ് ഉടൻ തുടങ്ങും. ബസ്സുകളുടെ സമയക്രമം തീരുമാനിച്ചിട്ടില്ല. തുറവൂർ അരൂർ ഭാഗത്ത് ഉയരപ്പാതയുടെ പണി നടക്കുന്നയിടങ്ങളിൽ താൽക്കാലിക പാത കൂടി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതോടെ ഗതാഗതക്കുരുക്കിന് ശമനമാകും. ഗതാഗതക്കുരുക്ക് മാറുന്നതുവരെയാകും പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും ഓണക്കാല പച്ചക്കറി കൃഷി തൈ വിതരണോദ്ഘാടനവും നടന്നു. ഇതോടൊപ്പം പൂ കർഷകർക്കുള്ള പരിശീലനവും ഒരുക്കിയിരുന്നു. ചേർത്തല നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും ഓണക്കാല പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു. ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, ഏലിക്കുട്ടി ജോൺ, കൗൺസിലർമാരായ അജി, MK പുഷ്പകുമാർ, P ഉണ്ണികൃഷ്ണൻ, ആശ മുകേഷ്, ഷീജ സന്തോഷ്, ലിസി ടോമി, അനൂപ് ചാക്കോ, ബാബു മുള്ളഞ്ചിറ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, സീന ദിനകരൻ, പ്രമീള ദേവി, സുജാത സതീഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KS ഷൈജ സ്വാഗതവും കൃഷി ഓഫീസർ ഷിജു ഖാൻ നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന ക്ലാസ്സിന് BS ബൈജു, ഷാരോൺ ഫെർണാണ്ടസ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലും ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത, ഫ്ലോറി വില്ലേജ് പദ്ധതികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു. ഇപ്പോൾ ഈ പുഷ്പഗ്രാമം പദ്ധതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ചെടികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിലെ ആളുകൾക്ക് ഒരു നല്ല വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ഏതൊരു ചടങ്ങിനും പുഷ്പങ്ങൾ വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ച ചടങ്ങുകളാണ് പലപ്പോഴും നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് TN റെജി അധ്യക്ഷത വഹിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിവിധയിനം നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. കൃഷിവകുപ്പ് മന്ത്രി ചേർത്തല മണ്ഡലത്തിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ പുഷ്പകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കുന്ന ഫ്ലോറി വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി കുറ്റിമുല്ല, ഹെലിക്കോർണിയ എന്നിവയുടെ നടീൽ വസ്തുക്കൾ ഫ്ലോറി ക്ലബ് അംഗങ്ങൾക്ക് നൽകി. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, വാർഡ് മെമ്പർമാരായ വിനോമ, രാജു, ഷൈമോൾ, കാർഷിക വികസന സമിതി അംഗം സന്തോഷ് ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് കൃഷി ഓഫീസർ M കൃഷ്ണ സ്വാഗതവും സ്വപ്ന നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെ മരണപ്പെട്ട T ഗോപിയുടെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ഒരു വീട് അതിന്റെ താക്കോൽദാനം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം. ഡോക്ടർ MS സുനിൽ ഫൗണ്ടേഷൻ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ എത്ര ചെറിയ ആൾക്കാരാണ്, രാഷ്ട്രീയക്കാരൻ എന്ന് മനസ്സിലാക്കി. ഇത്രയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു 313 വീടുകൾ ഒറ്റയ്ക്ക് ഒരു സഹപ്രവർത്തനോടൊപ്പം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ച
ആ ഫൗണ്ടേഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. എല്ലാ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ രീതിയിലായിരിക്കണമെന്ന് മനസ്സ് പറഞ്ഞുപോയി. പക്ഷെ പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിന് സാധിക്കാറില്ല. ഇത് മാതൃകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കാൻ ഞാനും എൻ്റെ പ്രവർത്തകരും എൻ്റെ സഹപ്രവർത്തകരും തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം കലാരമേശ് അധ്യക്ഷയായി. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, MS സുനിൽ, ഫൗണ്ടേഷൻ ചെയർമാൻ MS സുനിൽ ആമുഖ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് KM സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജു ഇടക്കല്ലിൽ, നിഷ ബിനു, രാജ്കുമാർ, BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് B കൃഷ്ണകുമാർ, ജില്ലാ ട്രഷറർ KG കർത്ത, മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് മുളക്കുഴ, അജിആർ നായർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് SK രാജീവ്, OK അനിൽകുമാർ, KK ജയരാമൻ, U പ്രവീൺ, മഹേഷ്, TC സുരേന്ദ്രൻ, MK ലിനു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ചാപ്റ്ററിൻ്റെയും അക്കോക്കിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ കളയാതെ കരുതാം സ്നേഹ പദ്ധതിക്ക് തുടക്കമായി. അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജനകീയ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കളയാതെ കരുതാം സ്നേഹ പദ്ധതിക്ക് തുടക്കം. IMA ചേർത്തല, അക്കോക്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ ഡോക്ടർ J വിജയകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. IMA ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ B ശ്രീദേവൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഡോക്ടർ അരുൺ G നായർ പദ്ധതി വിശദീകരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ A അജി, അക്കോക്ക് ചേർത്തല പ്രസിഡന്റ് S ശിവമോഹൻ എന്നിവർ ആശംസകൾ നേർന്നു. അക്കോക്ക് ജില്ലാ ട്രഷറർ M ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു. സമാഹരിക്കുന്ന വസ്തുക്കൾ വഴിയോരങ്ങളിൽ കഴിയുന്നവർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയിലേക്ക് കൈമാറുന്നു. കളയാതെ കരുതാം എന്ന സ്നേഹ പദ്ധതിയുടെ തുടർച്ചയായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും IMA അക്കോക്ക് ഭാരവാഹികൾ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികളായ സഹോദരങ്ങൾക്ക് തണലൊരുക്കി അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷൻ. മണ്ണഞ്ചേരിയിൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ മഞ്ജുമയ്ക്കും സഹോദരൻ മഞ്ജിത്തിനും സ്വപ്ന സാഫല്യം. PP ചിത്രഞ്ജൻ MLA വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. വിദ്യാർത്ഥികളായ സഹോദരങ്ങൾക്ക് തണലൊരുക്കി അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷൻ. PP ചിത്രഞ്ജൻ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കയറി കിടക്കാൻ ഒരു കിടപ്പാടം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് എത്ര ചെറിയ വീടാണെങ്കിലും അവരുടെ മനസ്സിൽ അതൊരു കൊട്ടാരമാണ്. ഇവിടെ പഠിക്കാൻ വളരെ മിടുമിടുക്കിയായ മനുഷ്യമയ്ക്ക് നമ്മുടെ മണ്ണഞ്ചേരി സ്കൂളിലെ അധ്യാപകർ പല കാര്യങ്ങളിലും മാതൃക കാണിക്കുന്ന അധ്യാപകനാണ്. കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് എവിടെ നിന്നെല്ലാം എന്തെല്ലാം നേടിക്കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നേടിക്കൊടുക്കാൻ വേണ്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു വലിയ നിരയുള്ള സ്കൂളാണ് മണ്ണഞ്ചേരി. മണ്ണഞ്ചേരി ഹൈസ്കൂൾ വിദ്യാർത്ഥിനി മഞ്ജുമയ്ക്കും സഹോദരൻ മഞ്ജിത്തിനുമാണ് അപ്രതീക്ഷിത സ്വപ്ന സാഫല്യം പോലെ വീട് സ്വന്തമാകുന്നത്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 21-ാം വാർഡിൽ വാത്തിക്കാട്ട് മേഘരാജിൻ്റെയും പ്രമീളയുടെയും മക്കളാണ് ഇവർ. നല്ലൊരു വീട് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. മഞ്ജുമയുടെ കുടുംബത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മുൻകൈയെടുത്ത നന്മ നിറഞ്ഞവർ സമൂഹത്തിന് മാതൃകയാണെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് PP ചിത്രഞ്ജൻ MLA പറഞ്ഞു. അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷനാണ് 7 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. അസോസിയേഷൻ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വീട് നൽകുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സുശീൽ നാലകത്ത് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നവകേരള മലയാളി അസോസിയേഷൻ സൗത്ത് ഫ്ലോറിഡയിലെ ഈ വർഷത്തെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 30 വർഷമായി നിലകൊള്ളുന്ന മലയാളി അസോസിയേഷൻ ഈ വർഷം ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ വർഷം മഞ്ജുമയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനാണ് ഇപ്പം എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുന്നത്. മഞ്ജുമയുടെ ക്ലാസ് ടീച്ചറായ വിധു ടീച്ചറാണ് ഈ ഒരു മഞ്ജുമയുടെ അവസ്ഥ ഞങ്ങളെ സുഹൃത്ത് വഴി ഞങ്ങളെ അറിയിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മിറ്റി എല്ലാവരും ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് ഈ വർഷം തന്നെ എത്രയും പെട്ടെന്ന് മഞ്ജുമയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നവകേരള മലയാളി അസോസിയേഷൻ മുന്നോട്ട് വരുന്നു അറിയിച്ച്. മഞ്ജുമയുടെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് അഭിമാന നിമിഷമായി കാണുന്നുവെന്ന് മഞ്ജുമയുടെ ജീവിത സാഹചര്യം നവകേരള മലയാളി അസോസിയേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ അധ്യാപിക വിധു നഹർ പറഞ്ഞു. മഞ്ജുമ 10 എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു.
എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അവളൊരിക്കലും അവളുടെ സങ്കടങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവൾക്ക് വീടില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എങ്കിലും ഫുൾ A+ കിട്ടി ഞങ്ങളെല്ലാവരും കൂടി അവളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആ വീടിൻ്റെ ഒരവസ്ഥ നമുക്ക് മനസ്സിലായത്. ഒന്ന് ഇരുന്ന് എഴുതാൻ പോലുള്ളൊരു ഡെസ്കോ ബെഞ്ചോ ഒന്നുമില്ലാതെ അവൾ എങ്ങനെ ഇത്രയും നന്നായി പഠിച്ചു എന്ന് ഞാൻ ഓർത്തു. കാര്യം അവളുടെ അക്ഷരങ്ങൾ വളരെ നല്ലതാണ്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിലാണ് എപ്പോഴും നോട്ട് എഴുതുന്നത്. വളരെ നീറ്റായിരിക്കും നോട്ട്. അപ്പോൾ അത്രയും വിപരീത സാഹചര്യങ്ങളിൽ നിന്ന് അവൾ അത്രയും നന്നായി നോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും എല്ലാം ചെയ്ത് ഒടുവിൽ 10 A+ അവൾ എത്തിയപ്പോൾ ഒരു വീട് അവൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സായിരുന്ന അമേരിക്കൻ മലയാളികളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവരുടെ സഹായം മുന്നേയും എൻ്റെ ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വയ്യാത്ത കുഞ്ഞുങ്ങളുടെ ചികിത്സാ ചെലവുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്ക് ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെയുള്ള ചികിത്സാ ചെലവിനൊക്കെ ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാനിങ്ങനെ ഒരു വീട് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും മടിച്ചില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ അതേക്കുറിച്ച് സംസാരിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അവർ ചിലവാകുന്ന ഒരു വീടിൻ്റെ മോഡലാണ് ഇപ്പോൾ തന്നെ. മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ അധ്യാപകരും PTA ഭാരവാഹികളും കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. മഞ്ജുമയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവരുടെ ദുരിത ജീവിതം ശ്രദ്ധയിൽപ്പെട്ടത്. ഷീറ്റ് മേഞ്ഞ ചെറിയ വീട്ടിലാണ് 4 അംഗ കുടുംബം കഴിയുന്നത്. ക്ലാസ് ടീച്ചറായ വിധു നഹാർ അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി. തുടർന്ന് ഇവർ ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സുശീൽ കുമാർ നാലകത്ത്, സെക്രട്ടറി ലിജോ പണിക്കർ, ട്രഷറർ സൈമൺ പാറത്താഴം എന്നിവർ പറഞ്ഞു. 3 പതിറ്റാണ്ടായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അമേരിക്കയിലെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ സംഘടനയാണിത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, PTA പ്രസിഡന്റ് MH റഷീദ്, SMC ചെയർമാൻ മുഹമ്മദ് മുസ്തഫ, എഞ്ചിനീയർ അനിൽകുമാർ ജിത്തൂസ്, പ്രഥമാധ്യാപിക MK ജ്യോതിഷ് കുമാരി, മുൻ പ്രഥമാധ്യാപിക സുജാതകുമാരി, ക്ലാസ് ടീച്ചർ വിധു നഹാർ, സീനിയർ അസിസ്റ്റന്റ് ദിലീപ് കുമാർ, അധ്യാപകരായ മീന, പ്രമീള, സുമാദേവി, അനില മന്മഥൻ, സിന്ധു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, മുഹമ്മദ്. തൈക്കാട്ടുശ്ശേരി മണിയാതിർക്കൽ MD UP സ്കൂളിൽ വീണ്ടും സാമൂഹ്യവിരുദ്ധ ആക്രമണം. നിരവധി ക്ലാസ് മുറികളിലെ അലമാരകളും മേശകളും തകർത്തു. പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. മണിയാതിർക്കൽ MD UP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ആക്രമണം വർദ്ധിക്കുകയാണ്. ഒരു കൊല്ലത്തിനിടയിൽ 5 തവണയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം 4 ക്ലാസ് മുറികളിലെ മേശയും അലമാരയും മറ്റും തകർത്തു. വാതിൽ തകർത്താണ് ഇവർ അകത്ത് കയറിയത്. നിരന്തരമായുണ്ടാകുന്ന സാമൂഹ്യവിരുദ്ധ ആക്രമണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് മുറികളിൽ അതിക്രമിച്ച ഇവർ കടക്കുകയും കുട്ടികളുടെ പഠനങ്ങളും അവരുടെ പ്രോഡക്ട്സുകളും അധ്യാപികമാര് സൂക്ഷിച്ചിരുന്ന അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളും മറ്റു പേപ്പറുകളും എല്ലാം വലിച്ചു കീറി ക്ലാസ് റൂമിൽ വിതറിയിട്ടിരിക്കുകയായിരുന്നു. അലമാരികൾ കുത്തി തുറന്നു, അലമാരിയുടെ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇതെല്ലാം പ്രതിഷേധിക്കേണ്ടതാണ്. ഞങ്ങളുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശത്തെയാണ് ഇത് നിഷേധിക്കുന്നത്. സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടെ 2 കുട്ടികൾക്ക് തലകറക്കമുണ്ടായി. നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മടങ്ങിയത്. പൂച്ചാക്കൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ജീർണാവസ്ഥയിലായ വീട്ടിൽ 80 വയസ്സുള്ള പപ്പുണ്ണിയും 75 വയസ്സുള്ള ലീലയും അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം. വീടിന് ചുറ്റും വലിയ വെള്ളക്കെട്ട്, പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി. വൃദ്ധ ദമ്പതികൾ അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം ആരെയും വേദനിപ്പിക്കും. ചുറ്റിനും വെള്ളം കെട്ടി ജീർണാവസ്ഥയിലായ ഈ വീട്ടിൽ വർഷങ്ങളായി നരകയാതന അനുഭവിക്കുകയാണ് 80 വയസ്സുള്ള പപ്പുണ്ണിയും 72 വയസ്സുള്ള ഭാര്യ ലീലയും. ചേർത്തല പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കൊച്ചുനികർത്തി വീട്ടിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്ന ഈ വൃദ്ധർ ജീവിതം തള്ളി നിൽക്കുന്നത്. വീടും പരിസരവും മലിനജലം കെട്ടി നിൽക്കുന്നു. നല്ല മഴ പെയ്യുമ്പോൾ ചവിട്ടുപടിയും കയറി വെള്ളം വീടിനകത്തെത്തും. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പപ്പുണ്ണിയും ഭാര്യയും അന്തി ഉറങ്ങുന്നത്.
മുട്ടറ്റമുള്ള ഈ വെള്ളം നീന്തിയാണ് ആവശ്യങ്ങൾക്ക് ഇവർ പുറത്തു പോകുന്നത്. പശു വളർത്തലായിരുന്നു വരുമാന മാർഗം. വെള്ളം തൊഴുത്തിൽ കയറി കാലിൽ വ്രണമായി പശുക്കൾ ചത്തു. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു കിടാവ് മാത്രം. ചത്ത പശുക്കളെ മറവിയാൻ ഈ വെള്ളക്കെട്ടിൽ സാധിച്ചില്ല. കൂലിക്ക് ആല വരുത്തി ചുമന്നു കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വന്നു. ഇൻഷുറൻസ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടു എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് തുകയും മൃഗഡോക്ടർ അനുവദിച്ചില്ല. ഈ ജലാശയത്തിന് അപ്പുറത്ത് വരെ റോഡിട്ടിട്ടുണ്ട്. 50 മീറ്റർ കൂടി പൂരിയിട്ടാൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വെള്ളം നീന്താതെ എത്താം. എന്നാൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൊക്കിപ്പിടിച്ച് പഞ്ചായത്ത് റോഡ് നിഷേധിച്ചു. എന്നാൽ 500 മീറ്റർ കിഴക്ക് മാറി 14 ഏക്കറോളം തണ്ണീർത്തടങ്ങളും നീരൊഴുക്ക് തോട് നികർത്തി വലിയ കമ്പനി സ്ഥാപിച്ചു. ഇതിന് അനുമതി നൽകിയ പഞ്ചായത്താണ് ഈ ഇരട്ടത്താപ്പ് എന്ന് ഓർക്കണം. കമ്പനിക്കായി തോടുകൾ നികത്തിയതോടെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. രാവിലെ മുതൽ വെള്ളം നീന്തി പപ്പുണ്ണിയുടെ കാൽപാദങ്ങൾ അഴുകി. ചിരട്ടയിൽ പോലും വെള്ളം കെട്ടിനിൽക്കരുതെന്ന കർക്കശ നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും ഇവിടേക്ക് എത്തി നോക്കാറില്ല. അധികൃതർ ഇവരുടെ ദുരിതം നേരിട്ട് വന്ന് കാണണം. ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ആവശ്യം. എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. വെള്ളം വർഷത്തിലെ എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം എല്ലാ വർഷവും ഉണ്ടാവും ഇങ്ങനെ വെള്ളം. ഈ വെള്ളത്തിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാം? ഉണ്ടാകാറുണ്ടല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും? കാല് ചൊറിഞ്ഞ് പൊട്ടി മരുന്നുമൊക്കെ ആയിട്ടാണ് ജീവിതം. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ല? 2 പേരേ ഉള്ളു. 3 പെൺമക്കളായിരുന്നു. അവരെ കല്യാണം ചെയ്ത് വിട്ട് വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്. പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. വയലാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും അംഗൻവാടി വർക്കർമാരെയുമാണ് ആദരിച്ചത്. അംഗൻവാടിയിലേക്കുള്ള ഉപകരണങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. വയലാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് 2024 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, അംഗൻവാടി വർക്കറെ ആദരിക്കൽ എന്നിവരാണ് ഒരുക്കിയത്. ഇതോടൊപ്പം അംഗൻവാടി ഉപകരണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വയലാർ മദ്യം SNDP ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കൂടിയാണ് കേരളം. കേരളം ഇന്ന് ഭക്ഷണം കഴിച്ച് ഉണർന്നു നിൽക്കുന്നത് ഒരുപക്ഷെ പ്രവാസി മലയാളികൾ കൊണ്ടുവരുന്ന പണങ്ങളാണ്. അങ്ങനെ ലോകം മുഴുവൻ മലയാളിക്ക് കടന്നു ചെല്ലുവാനും തീരെ ചെറിയ ജോലി മുതൽ ഏറ്റവും ഉയർന്ന ജോലി വരെ SSLC തരമെല്ലാം UN രക്ഷാസമിതിയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥരായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന തങ്കരാജ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VK സാബു, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, വയലാർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഇന്ദിര ജനാർദ്ദനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം SV ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർച്ചന ഷൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതി അജയകുമാർ, K വിനീഷ്, കവിത ഷാജി, AK ഷെരീഫ്, ജയലേഖ, ദീപക് B ദാസ്, കുമാരി ലാലി സരസ്വതി, ലിഷിന പ്രസാദ്, KG അജിത്, PK ബിൽക്കുൽ, കുഞ്ഞുമോൾ സാബു, ICDS സൂപ്പർവൈസർ മോനിഷ S എന്നിവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ സ്വാഗതവും സെക്രട്ടറി E ക്ലീറ്റസ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, വയലാർ. കേരള NGO അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരള NGO അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു.
12ാം ശമ്പള പരിഷ്കരണം ഉടൻ അനുവദിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പണമായി അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, മെഡിസെഫ് സർക്കാർ വിഹിതം ഉറപ്പാക്കി കാലോചിതമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. ചേർത്തല സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധാഗ്നി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാർക്കും അതുപോലെ ജീവനക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സിവിൽ സപ്ലൈ ഗോഡൌണും സിവിൽ സപ്ലൈ ഷോപ്പുകളെല്ലാം ഇന്ന് കാലിയായി കിടക്കുന്നു. അവിടങ്ങളിൽ ഇപ്പോൾ ഗവൺമെന്റ് അത് പുഷ്ടിപ്പെടുത്താൻ പുതിയ മാർഗം സ്വീകരിക്കുകയാണ്. എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ നമ്മുടെ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് കേരളത്തിനെ നമ്പർ 1 ആക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ധർമാശുപത്രികൾ എന്നറിയപ്പെടുന്ന കേരളത്തിൽ സർക്കാർ ആശുപത്രികളെല്ലാം ഇന്ന് മരുന്നോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ അനാഥമായി കിടക്കുന്നു. കേരളം നമ്പർ 1 എന്ന് പറയുന്നു. ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റ് TS രജീഷ് അധ്യക്ഷത വഹിച്ചു. അരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് സുരേന്ദ്ര സിംഗ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് നന്ദിയും പറഞ്ഞു. അഞ്ജന ജഗദീഷ്, KG രാധാകൃഷ്ണൻ, CR രാജീവ്, രാജേഷ് കുമാർ, പ്രേംലാൽ, G സജിദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. അസോസിയേഷൻ ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുന്നിൽ ധർണയും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് B ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സംവിധാനമുള്ള കാർ വാങ്ങുവാനുള്ള തീരുമാനവുമായി നടക്കുന്നു. അത് പറയുന്നത് സഞ്ചരിക്കുന്ന ഓഫീസാണെന്നാണ്. കാരമാണെന്ന് പറയുന്ന കാറ് വാങ്ങിയാലേ അദ്ദേഹത്തെ സഞ്ചരിക്കാൻ പറ്റൂ. പാവപ്പെട്ടവരുടെ പണം കൊണ്ട്, നികുതി പണം കൊണ്ട് വാങ്ങുകയാണ്. കാർ വാങ്ങിക്കൂടുക, കാർ മാറുക, ഇതിനെല്ലാം കാശുണ്ട്. പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങുവാൻ നമ്മുടെ നീതി സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ലാഭത്തിൽ അല്ലെങ്കിൽ സപ്ലൈകോയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിത്യോപയോഗ സാധനങ്ങളിൽ സബ്സിഡികൾ ഒരു സാധനവുമില്ല. നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷനായി. സെക്രട്ടറി TD രാജൻ സ്വാഗതം പറഞ്ഞു. ഇലക്ഷന് തൊട്ട് മുമ്പ് 2% ക്ഷാമാശ്വാസം ഈ സംസ്ഥാനത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കുകയുണ്ടായി. എന്നാൽ അതിലെ 39 മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. അതുപോലെ 3-4 ഗഡു നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ 3-4 ഗഡു നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, K ഭരതൻ, KP ശശാങ്കൻ, S ജയാമണി, PR പ്രകാശൻ, ഡോക്ടർ തോമസ് പുളിക്കൻ, R സലിം, ലളിത രാമനാഥൻ, NB നമ്പ്യാർ, KJ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വിജയ് ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിജയിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഒരുക്കിയത്. വിജയ് ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെയും മാവേലിക്കര ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിന്റെയും മാവേലിക്കര ബയോവിഷൻ ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തീവ്രരോഗ നിർണയവും പ്രമേഹ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദ നിർണയവും നടത്തി. എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കായംകുളം മുനിസിപ്പാലിറ്റി 7ാം വാർഡ് മെമ്പർ അമ്പിളി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ S മോഹൻ പിള്ള, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി പ്രഭാഷ് പാലാഴി, സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളായ അപ്പുക്കുട്ടൻ നായർ, വിശ്വനാഥൻ നായർ, ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറി നൌഫൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. വിജയ് ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സനു, ട്രഷറർ അച്ചു, വൈസ് പ്രസിഡന്റ് മോനു, അംഗങ്ങളായ രാകേഷ്, രഞ്ജിത്ത്, ഗിരീഷ്, ഫാസിൽ, സിവിൽ, അജയ്, അരുൺ, ആദിത്യൻ, പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. വിജയ് ഫാൻസ് മാവേലിക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിഘ്നേഷ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ GNSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ ജനനി വനിതാ സംഘവും രൂപീകരിച്ചു. ആരോഗ്യരംഗത്ത് ദീർഘനാൾ സേവനമനുഷ്ഠിച്ച പത്മിനി സിസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി തുറവൂർ കരയോഗ വാർഷിക പൊതുയോഗം നടന്നു. കരയോഗ സെക്രട്ടറിയുടെ കണ്ടമംഗലത്ത് ഭവനത്തിൽ രാവിലെ 11 നടന്ന പൊതുയോഗം GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് MB രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമുദായത്തിന് ഏറ്റവും വലിയ ആചാര്യനായി കാണേണ്ടത് നമ്മളുടെ ആചാര്യനായ മന്നത്ത് പത്മനാഭൻ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചട്ടമ്പി സ്വാമികളാണ്
ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഒന്നുമല്ലാത്തൊരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത ആ മഹാനുഭാവനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് ശ്രീ ജയകുമാർ സാർ. കേരളം മുഴുവൻ അതിന്റെ കോർഡിനേഷനുമായി അദ്ദേഹം ഓടി നടക്കുകയാണ്. കരയോഗം പ്രസിഡന്റ് PR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശിവപ്രസാദ് കമ്മിറ്റി മിനിറ്റുകളുടെ സംഗ്രഹം വായിച്ചു. തുടർന്ന് ചട്ടമ്പി സ്വാമി അനുസ്മരണ പ്രഭാഷണം ജയകുമാർ രാജാറാം നടത്തി. സർക്കാർ സർവീസിൽ നിന്ന് ദീർഘകാലം ഹെഡ് നഴ്സായി ജോലി ചെയ്യുകയും ആലുവ മുനിസിപ്പാലിറ്റിയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലും പ്രതിഫലം കൂടാതെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു വരുന്ന പത്മിനി അമ്മയെ പൊന്നാട അണിയിച്ചു. തുടർന്ന് ജനനി എന്ന പേരിൽ കരയോഗ മഹിളാ സംഘടനയും രൂപീകരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ജനനി മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് രാജ ശിവരാമൻ നിർവഹിച്ചു. പൊതുയോഗത്തിൽ കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് K. ഗോപിനാഥൻ നായർ, ജനറൽ സെക്രട്ടറി മധു K. നായർ, ട്രഷറർ K. മോഹനൻ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. ശിവരാമൻ, ചാവക്കാട് യൂണിയൻ സെക്രട്ടറി ബീന രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൈം ന്യൂസ്, തുറവൂർ. INDC ചേർത്തല റീജിയണൽ കമ്മിറ്റി യോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. INDC ചേർത്തല റീജിയണൽ നേതൃയോഗം നടന്നു. ചേർത്തല കോൺഗ്രസ് ഓഫീസിൽ നടന്ന യോഗം INDC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. അവിടെ ഓട്ടോറിക്ഷ ഇടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് അവരുടെ ഗുണ്ടകളും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഓട്ടോറിക്ഷക്കാരെ നെട്ടോട്ടോ കുറിയോട്ടോ ഓടിച്ചു. CITക്കാരോട് നമ്മൾ പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ വരാമെന്ന് ചോദിച്ചു. അവർ വരുന്നില്ല. ഇവിടെ അശോകൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് മഹാലക്ഷ്മിക്കാരെന്ന് പറഞ്ഞ് KSRTCയുടെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഫ്രണ്ട് മര്യാദയ്ക്ക് ഓട്ടോക്കാരെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഹൈക്കോടതി വിധി വാങ്ങിച്ചു. എന്നാൽ അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടത്താതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളി വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് G. ബൈജു പറഞ്ഞു. ചേർത്തല റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് G. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് CD. ശങ്കർ, അശോക് കുമാർ, CV. രാധാകൃഷ്ണൻ, PR. സജീവ്, G. സോമകുമാർ, G. വിശ്വംഭരൻ നായർ, K. ദേവരാജൻ പിള്ള, N. സുമന്ത്രൻ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തമിഴ് വിശ്വകർമ്മ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. H. സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ജീവിതത്തിൽ വിജയിക്കണം. ആ ജീവിത വിജയം സാധ്യമാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രയാസമൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞതല്ല ഞാൻ. നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്ന തൊഴിൽ മേഖലയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ആ തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും തരണം ചെയ്ത് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ആ ജോലിയിൽ നിന്ന് ജീവിച്ച് വിജയിക്കട്ടെ എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അത് ബുദ്ധിശൂന്യമാണ്. അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസപരമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യമായി കണക്കാക്കേണ്ടത്. ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തമിഴ് വിശ്വകർമ്മ സമൂഹം ആലപ്പുഴ ഉപസമൂഹം പ്രസിഡന്റ് KC. ഗോപിനാഥൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു അവാർഡ് വിതരണവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK. ജയമ്മ, വിശ്വകർമ്മ സമൂഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ MG. സതീദേവി, കൗൺസിലർ K. ബാബു, P. ഗോവിന്ദരാജൻ, R. കൃഷ്ണകുമാർ, A. മോഹൻ, C. ഗണേശൻ, N. മഹാദേവൻ, G. ശെൽവരാജ്, MG. ഗണേശൻ, വനിതാ സമാജം പ്രസിഡന്റ് രത്തിനം ഗോപാലകൃഷ്ണൻ, രാധ ഷാജി എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ ആലപ്പുഴ ഉപസമൂഹം സെക്രട്ടറി T. കണ്ണൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിവിധ കോളേജുകളിലും പ്രത്യേകമായ ചടങ്ങുകൾ. കോട്ടയം ജില്ല 75ാം പിറന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ. വർണ്ണാഭമായ ചടങ്ങുകളോടെ പിറന്നാൾ ആഘോഷത്തിന് കളക്ട്രേറ്റിൽ പ്രൗഢഗംഭീരമായ തുടക്കം. ആലപ്പുഴ എറണാകുളം ദുരിതയാത്ര ആശ്വാസവുമായി KSRTC. ആലപ്പുഴ വൈക്കം തൃപ്പൂണിത്തറ വൈറ്റില സർവീസ് ആരംഭിച്ചു. അരൂക്കുറ്റി വഴിയും കൂടുതൽ സർവീസ് ആരംഭിക്കും. ജീർണാവസ്ഥയിലായ വീട്ടിൽ 80 വയസ്സുള്ള പപ്പുണ്ണിയും 75 വയസ്സുള്ള ലീലയും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം. വീടിനു ചുറ്റും വലിയ വെള്ളക്കെട്ട. വൃദ്ധ ദമ്പതികളുടെ ദുരിത ജീവിതം ആരെയും വേദനിപ്പിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.